രാവിലെ നമ്മൾ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറക്കം ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി. ചില ആളുകൾ ഫുഡ് വരെ സ്കിപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. പ്രായമാകുന്നതിന് മുന്നേ തന്നെ കാലുകളിൽ വേദന, നടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു തളർച്ച പോലെ തോന്നുന്നു എന്നിങ്ങനെ പറയുന്ന പല കാരണങ്ങളും. പലരും വിചാരിച്ചിരിക്കുന്നത് വയസ്സാകുമ്പോൾ കോമൺ ആണ്, പ്രായമാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ വയസ്സാകുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ കഴിച്ചു വരുന്ന തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ടുമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിൽക്കാനും നടക്കാനും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മസിൽസ്. കൂടുതലും നമ്മുടെ തൊടയിലത്തെ മസിൽസും കാലിലത്തെ മസിൽസും ഒക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഏജ് ആകുന്ന സമയത്ത് ഈ ഒരു മസിൽസ് ഉണ്ടാകുക പതുക്കെ പതുക്കെ ലൂസ് ആവാനായിട്ട് തുടങ്ങും. മസിൽ ലൂസ് എന്ന് നമുക്കിനെ പറയാനായിട്ട് പറ്റും. പക്ഷെ ഇതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്, പതുക്കെ പതുക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഭക്ഷണത്തിൽ ശരിയായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല, തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആകും. അതുകൊണ്ട് തന്നെയാണ് 60 വയസ്സുള്ള ആളുകൾക്ക് 80 വയസ്സിന്റെ ഒരു വീക്ക്നെസ് തോന്നുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ കഴിക്കുന്നവരുടെ ശരീരത്തിലത്തെ പേശികൾ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുവെന്നും, വെറും അന്നജം കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്നവരുടെ പേശികൾ വീക്ക് ആയിട്ട് വരുന്നുവെന്നും റിസർച്ച് സ്റ്റഡീസ് വരെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന തെറ്റാണ്, പ്രോട്ടീൻ വളരെ കുറവ് കഴിക്കും, കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കഴിക്കും. അതായത് ദോശ, ഇഡ്ലി, അപ്പം, ഇതൊക്കെ പൊട്ടയാണ് എന്നല്ല ഞാൻ പറയുന്നത്, കഴിക്കണം. പക്ഷേ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കുറവാണ് രാവിലത്തെ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുക, നമ്മുടെ മസിൽസിന് പ്രോട്ടീൻ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോട്ടീൻ കുറയുന്ന സമയത്ത് മസിൽസ് ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് തുടങ്ങും. മസിൽസ് നന്നായിട്ട് വീക്ക് ആകും. കാലുകളിൽ ഒരു ക്ഷീണം പോലെ, ഒരു വീക്ക്നെസ് പോലെ ഓവറോൾ തോന്നാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഭക്ഷണത്തിൽ, പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ കുറവ് കഴിക്കും. ഇനി മറ്റു പല തെറ്റുകൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണമാണ് വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക, ശരീരം ഡീഹൈഡ്രേറ്റ് ആകും. ശരീരം ഓട്ടോമാറ്റിക്കലി ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ മസിൽ ശരിക്കും വർക്ക് ചെയ്യില്ല. മസിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീക്ക്നെസ് ഉണ്ടാകാനുള്ള ചാൻസസും വളരെ സാധാരണമാണ്. കൂടുതലും സ്ത്രീകളാണ് ഇത് ചെയ്തു വരാറ്. പിന്നെ അഥവാ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാംസ്, രാത്രി കിടക്കുന്ന സമയത്ത് കോച്ചിപ്പിടുത്തം, പല മുത്തശ്ശിമാരും അതുപോലെ തന്നെ അപ്പൂപ്പന്മാരൊക്കെ പറയാറുണ്ട് മസിൽ കോച്ചി പിടിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇത് ശരീരത്തിൽ വെള്ളം കുറയുമ്പോഴും ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു തെറ്റ്. മൂന്നാമത്തെ ഒരു തെറ്റാണ് ശരീരത്തിലെ കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നന്നായിട്ട് കുറഞ്ഞു വരിക. ഇതും പലരും ശ്രദ്ധിക്കാത്തൊരു ഏരിയ തന്നെയാണ്. ശരീരത്തില് കാൽഷ്യം കുറയുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾക്ക് ബലം കുറയും. ഓട്ടോമാറ്റിക്കലി വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മുടെ മസിൽസ് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഈ കാൽഷ്യം ശരീരത്തിൽ അബ്സോർപ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വലിയൊരു റോള് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എല്ലും നന്നാവില്ല, മസിലും നന്നാവില്ല. ഓട്ടോമാറ്റിക്കലി രണ്ട് കോമ്പിനേഷനിലൂടെ നമ്മൾ വീക്ക്നെസ് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. പ്രായം നിങ്ങൾക്കൊരു 40 വയസ്സൊക്കെ 30 വയസ്സൊക്കെ ക്രോസ് ചെയ്തെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോർമൽ ആക്കി റെഗുലേറ്റ് ചെയ്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ നോക്കണം. സൊല്യൂഷൻസ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അടുത്തൊരു കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് കുറെ കഴിക്കുക. ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ മുക്കി പൊരിച്ച് വറുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കഴിക്കുക. ഇതിലൂടെ എന്താ ഉണ്ടാക്കുക, ശരീരത്തിൽ കാലറി നന്നായിട്ട് കിട്ടും, പക്ഷെ പ്രോട്ടീൻ ഒന്നുമില്ല. നമ്മുടെ മസിൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും ഇതിലൂടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ഇതിലൂടെയും നമ്മുടെ ശരീരത്തിലത്തെ മസിൽസ് പതുക്കെ പതുക്കെ വീക്ക് ആകാനായിട്ട് തുടങ്ങും. ആദ്യത്തെ ഒരു കാര്യമാണ് പ്രോട്ടീൻ ഇല്ല, രണ്ടാമത്തെ ഒരു കാര്യമാണ് വെള്ളം ഇല്ല, മൂന്നാമത്തെ കാര്യം കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഇല്ല. ഇതിന് കൂടെ പാക്കറ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടെ നമ്മുടെ മസിൽസ് വീക്ക് ആവാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കറി വെച്ച് നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ പുട്ടിന്റെ കൂടെ നിങ്ങൾ കടല കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക, പയർ ഉപയോഗിക്കുക, സോയാബീൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോമ്പിനേഷൻ വെച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കുക. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കന്റെ ബ്രസ്റ്റ്, മുട്ട, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ടും കൂടി ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ട് നല്ലൊരു സോഴ്സ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഴുങ്ങിയിട്ടുള്ള 2 മുട്ടയുണ്ടല്ലോ. എന്ന് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം എന്തായാലും കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പലരും പേടിക്കും കൊളസ്ട്രോൾ ഉള്ളവരാണ് മുട്ട പുഴുങ്ങിയത് കഴിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. നിങ്ങൾ ഒരു മുട്ട പുഴുങ്ങിയതിന്റെ ഉണ്ണി എടുക്കുകയാണെങ്കിൽ അതിൽ ആ മഞ്ഞക്കുരുവില് ഏകദേശം നമുക്ക് വരുന്നത് 5 ഗ്രാം ഓഫ് ഫാറ്റ് ആണ്. നിങ്ങൾ 2 മുട്ട കഴിക്കുകയാണെങ്കിൽ 10 ഗ്രാം ഫാറ്റ്.
അപ്പൊ നിങ്ങൾ ഇവിടെ 10 ഗ്രാം ഫാറ്റ് 2 മുട്ടയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ ദിവസത്തിൽ ബാക്കിയുള്ള ഫാറ്റിന്റെ ഇൻടേക്ക് നിങ്ങൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പൊരിച്ചു വറുത്തിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണം കുറയ്ക്കുക. അല്ലെങ്കിൽ എണ്ണ, നിങ്ങൾ കറിയിലൊക്കെ എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നോക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫാറ്റ് ആണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഫാറ്റ് ആണ്. നമുക്കൊരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ B12, വൈറ്റമിൻ B5, ഫോസ്ഫറസ്, സെലീനിയം, ഇത്തരത്തിലുള്ള ധാരാളം നല്ല നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടി കിട്ടുന്ന ഒരു ഗുഡ് സോഴ്സ് ആണിത്. പക്ഷെ നമ്മൾ ഓയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലും മിനറൽസും വൈറ്റമിൻസും ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫാറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു നല്ല ഫാറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൂടി നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓപ്ഷൻ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം. സുഖമായിട്ട് നമുക്ക് ഫാറ്റ് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ 4 മുതൽ 5 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു മുട്ട വെള്ള കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടും. 2 മുട്ട കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-11 ഗ്രാം ഓഫ് പ്രോട്ടീൻ നിങ്ങൾക്ക് സുഖമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ 2 മുട്ട പുഴുങ്ങിയതെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ബാക്കിയുള്ള സോഴ്സിൽ ഏതെങ്കിലും ഒരു കാര്യം കൂടി വെച്ചിട്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പാല്, തൈര്, എള്ള് ഇതൊക്കെ നല്ല ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ആണ്. എള്ള് നല്ലൊരു സോഴ്സും കൂടിയാണ് കേട്ടോ. പക്ഷെ വേനൽക്കാലത്ത് അത്രയും കഴിക്കേണ്ട, ശരീരത്തിന് ചൂട് കുറച്ച് കൂടും. ഇനി മൂന്നാമതാണ് വൈറ്റമിൻ ഡി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഇത് ഇപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ദിവസത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മുതൽ 15 മിനിറ്റ് എങ്കിലും ഇളം വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് നോക്കുക, ഒന്നാമത്തെ ഒരു കാര്യം. പക്ഷെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങളൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിൽ ഒരു വട്ടെങ്കിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊരു വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി നിങ്ങൾ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു സപ്ലിമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക. എത്ര തന്നെ വെയിലുണ്ട് ചൂടുണ്ടെന്ന് പറഞ്ഞാലും ശരീരത്തിൽ പല സമയങ്ങളിലും വൈറ്റമിൻ ഡി കുറഞ്ഞു വരാറുണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന കാൽഷ്യം പോലും ശരീരത്തിൽ അബ്സോർപ്ഷൻ ആവില്ല. അതുപോലെ നമ്മുടെ മസിൽസും ബോൺസും നല്ല രീതിയിൽ വീക്ക് ആകാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ കണ്ട് ദിവസത്തിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇളം വെയിൽ കൊള്ളാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത് നിർബന്ധമായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. ശരീരത്തിൽ വെള്ളം പ്രോപ്പർ ആയിട്ട് ചെന്നാൽ മാത്രമേ മസിൽസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഭക്ഷണത്തിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. മഗ്നീഷ്യം കൂടുതൽ നിങ്ങൾക്ക് പഴം, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടും കേട്ടോ. മഗ്നീഷ്യം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ഇവിടെ വെച്ചേക്കുന്നത് വെച്ചാൽ, രാത്രി കിടക്കുന്ന സമയത്ത് പലരും പറയാനായിട്ട് കോച്ചിപ്പിടുത്തം, മസിൽസിൽ ക്രാംസ് ഒക്കെ ഉള്ള കാര്യങ്ങളല്ലേ, ഇത് പലപ്പോഴും ശരീരത്തിൽ മഗ്നീഷ്യം കുറയുമ്പോഴും ഉണ്ടാകാറുണ്ട്. മഗ്നീഷ്യം കൊടുക്കുന്ന സമയത്ത് മസിൽസ് റിലാക്സ് ആവാണ് ചെയ്യുക. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ, ഈ 4 ബദാം ഒക്കെ എടുക്കുക. 4 ബദാം നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ ആവുമ്പോൾ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് 4 ബദാം വെറും വയറ്റിൽ കഴിക്കാം നിങ്ങൾക്ക്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വാൾനട്ട് അല്ലെങ്കിൽ ഈ മത്തങ്ങയുടെ കുരു, സൂര്യകാന്തിയുടെ കുരു ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഭക്ഷണത്തിൽ എന്നും നിങ്ങൾ കഴിക്കില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 വട്ടെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പ്രോട്ടീൻ കഴിക്കുക, കാൽഷ്യം, വൈറ്റമിൻ ഡി, വെള്ളം, മഗ്നീഷ്യം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ മസിൽസിനെ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, പ്രായം കൊണ്ട് മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെന്നില്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വീക്ക്നെസ് എന്തായാലും ഉണ്ടാകും. അപ്പൊ ഇന്ന് മുതലേ നിങ്ങൾ ഈ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തുക. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് എന്തായാലും ഉണ്ടാകും. 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.